അതിന് ശരിക്കും അതിൻ്റെ ഇത് നൈഷ്ഠിക ബ്രഹ്മചാര്യ അവർക്കുള്ളതാണ് എന്നാണ്. കാരണം നമ്മൾ ഗൃഹസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ആ ലൗകികത്തിലേക്ക് ചിന്തിച്ചു പോകും എന്നാണ് പറയുന്നത്. ഈ രാസപഞ്ചാധ്യായി 5 അധ്യായങ്ങളിലായിട്ട് ആ ഭഗവാന്റെ ആ ഗോപികുമാരുമായിട്ടുള്ള ആ അതൊരു ജീവാത്മാ പരമാത്മാ എന്താണ് സംസർഗമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് അത് കുറച്ച് വ്യത്യാസമായി തോന്നും. നമ്മൾ നോക്കുകയാണെങ്കിൽ രാസക്രീഡ അല്ലെങ്കിൽ രാസലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രസം എന്നുള്ളതിൽ നിന്നാണ് ആ രാസം എന്നുള്ളത് വന്നിരിക്കുന്നത്. രസം എന്ന് പറഞ്ഞാൽ അവിടെ ഉപനിഷത്തിൽ പറയുന്നത് രസോ വൈസ, അതായത് ആ പരമാത്മതത്വം അതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രസം എന്നുള്ളതിൽ നിന്ന് രാസം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനെ കുറിച്ചിട്ടുള്ളതാണ്, പരമാത്മ തത്വത്തെക്കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ ഗർഗഭാഗവതത്തിൽ പറയുകയാണെങ്കിൽ അവിടെയുള്ള ആ ഗോപികമാരെല്ലാവരും തന്നെ പല പല സമയത്തിലുള്ള ആ മുനിമാരായിരുന്നു. പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ അവിടെ രാമർ കാട്ടിൽ കൂടെ പോകുമ്പോൾ കുറേ മുനിമാർക്ക് ആ രാമൻ്റെ സൗന്ദര്യത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഭഗവാനുമായിട്ട് ഒന്ന് കൂടണം, ഭഗവാനിലേക്ക് ലയിക്കണം എന്നുള്ള ആ ഒരു ത്വര ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കൃഷ്ണാവതാര സമയത്ത് തന്നെ ഭഗവാൻ പറയുന്നുണ്ട് എല്ലാവരും ഗോപികമാരായിട്ടും ദേവന്മാരെല്ലാവരും ഗോപികമാരായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈവൻ ആ പാലാഴി മധുര സമയത്തും കൂടിയും അവിടെ കുറേ ദേവസ്ത്രീകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ അപ്സരസുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ ഭഗവാനുമായിട്ട് ചേരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഗോപസ്ത്രീകളായിട്ട് നിങ്ങൾ വരൂ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു ഭാഗം അവിടെ നോക്കുകയാണെങ്കിൽ. പിന്നെ പറയുന്നത് ശുഗമഹർഷിയാണ്, എല്ലാം ത്യജിച്ചവരാണ്. കേൾക്കുന്നത് 7 ദിവസം മാത്രം ജീവിച്ചിരിക്കാൻ പോകുന്ന പരീക്ഷിത്താണ്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ലൗകികമായ ഒരു ബന്ധത്തിനെക്കുറിച്ച് അവിടെ പറയില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെയുള്ള ആ രാസക്രീഡ എന്ന് പറയുന്നത് ആ ഭഗവാൻ തൻ്റെ ഗോപികമാരുമായിട്ട് അവരെ അവരുടെ ഉന്നത നിലയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് നമ്മളിതിനെ എടുക്കേണ്ടത്. അവസാനം തന്നെ നമുക്കറിയാം, ഈ രാസക്രീഡ കാണാൻ പരമശിവൻ അവരെല്ലാവരും ദേവന്മാരെല്ലാവരും വന്നു നിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ജീവാത്മ പരമാത്മാവുള്ള ഐക്യമാണ് എന്നുള്ളത് തന്നെ. ഇനിയിപ്പോൾ ആദ്യം തന്നെ പറയുന്നത് തന്നെ ആ നല്ലൊരു ശരത് രാത്രിയിൽ ഭഗവാന് തൻ്റെ മായയുമായിട്ട് ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ കൃഷ്ണൻ എന്നല്ല പറയുന്നത്, 7 വയസ്സുള്ള കുട്ടിയെ പറ്റിയല്ല പറയുന്നത്. അങ്ങനെ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് ആ നല്ല ശുഭമായ ഒരു രാത്രിയിൽ ഓടക്കുഴൽ വിളിക്കുകയാണ്. ആ ഓടക്കുഴലിൻ്റെ വിളി ഗോപിമാരെല്ലാവരും കേട്ടു എന്നാണ് പറയുന്നത് ശുഭമഹർഷി അവിടെ. അപ്പോൾ അങ്ങനെ അവർക്ക് മാത്രം കേൾക്കാൻ എന്താണ് കാരണം എന്നുള്ളത്. ഇത് ഇവിടെ ആ ഓടക്കുഴൽ എന്ന് പറയുന്നത് നവദ്വാരമുള്ള ഓടക്കുഴലാണ്. അപ്പോൾ ആ നമ്മുടെ ശരീരം എല്ലാം അതിൽ നിന്ന് നല്ലൊരു ഗാനം വരണമെന്നുണ്ടെങ്കിൽ അതിലെ ഉള്ളെല്ലാം വൃത്തിയായിരിക്കണം. അങ്ങനെ ആ നവദ്വാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾക്കെല്ലാം തന്നെ എല്ലാം ഭഗവാനാണ് കാണുന്നത്. അവരെല്ലാത്തിലും ഭഗവാനെ കൃഷ്ണനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ മനസ്സ് ശുദ്ധം, അതായത് അവരുടെ ആ ഉള്ളിലുള്ള മാലിന്യമൊന്നുമില്ലാത്തവരാണ്. എല്ലാം ഒരേ ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. കൃഷ്ണൻ്റെ അടുത്ത് പോകണം, കൃഷ്ണനെ കുളിപ്പിക്കണം, കൃഷ്ണനെ കാണണം, കൃഷ്ണൻ്റെ കൂടെ ഇരിക്കണം, അങ്ങനെ. അപ്പോൾ ആ ഒരു ഭാവത്തിൽ കൊണ്ടാണ് അവർക്ക് അത് കേൾക്കാൻ കഴിയുന്നത്, ആ ഭഗവാന്റെ ആ നാദം കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കും നമ്മളിലെ ആ നാദം കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ നാദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മനസ്സ് ശുദ്ധമായിരിക്കണം. മാലിന്യങ്ങളെല്ലാം അഹം മമ എന്ന തൻ്റെ ആ അഹങ്കാരത്തെയും മമത്വത്തെയും അത് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ ആ വേണുനാദം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവർ
വരുന്നുണ്ട്. അവിടെ നിന്ന് ആ നാദം കേട്ടപ്പോൾ പിന്നെ പറയുന്നത് അവിടെ എല്ലാവരും അതാത് സ്ഥലത്ത് അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു അതിനെ പകുതി ഇട്ടിട്ട് പോകുന്നു എന്ന്. ഞാനത് വിവരിക്കുന്നില്ല. നമുക്കറിയാം എങ്ങനെയാണ് അവർ ഓടി വരുന്നതെന്ന്. അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഓടി വരാൻ കാരണം അവർക്ക് അവിടെ ആ ഭഗവാനിലേക്ക് എത്താനുള്ള ത്വരയാണ്. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലവണ്ണം ഡ്രസ്സ് ചെയ്ത് നമ്മളെ ബാക്കിയുള്ളവർ കാണുമല്ലോ, അപ്പോൾ നമ്മൾ നന്നായി വേണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്. പക്ഷെ ഇവർക്ക് അതൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഗോപിക്ക് അറിയില്ല ഇന്നൊരു ഗോപി വരുന്നുണ്ട് എന്നുള്ളത്. ആരും ആരോടും ചോദിച്ചല്ല, നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ, നമുക്ക് കാട്ടിലേക്ക് പോവാം, അവിടെ കൃഷ്ണൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവർ വരുന്നത്. അവർ വരുന്നത് ഓരോരുത്തരും തനിക്കാണ് ആ വിളി, എന്നെയാണ് ആ വിളിക്കുന്നത്, എന്നെ ആ ഭഗവാന്റെ എന്നുള്ള ആ ഒരു ഇതിലാണ് അവർ ഓടി വരുന്നത്, അവിടെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ അങ്ങനെ അവർ ഓരോരുത്തരും, അതായത് കുട്ടിക്ക് പാൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ അവിടെ വിട്ടു, അല്ലെങ്കിൽ ഭർത്താവിന് ആഹാരം വിളമ്പുകയാണെങ്കിൽ അതിനെ വിട്ടു, അവരുടെ ആഭരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. അതായത് ശരീരബോധമില്ല. എത്രത്തോളം നമ്മൾ ശരീരമാണ് എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് അപ്പോൾ അവർക്ക് ആ ശരീരബോധമില്ല എന്നുള്ളതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെ ശുകമഹർഷി ഇങ്ങനെ എടുത്ത് പ്രത്യേകം പറയുന്നത്. ഒരു കർമ്മത്തിൽ വേറെ കർമ്മത്തിൽ ഒന്നും ശ്രദ്ധയില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ അവിടെ വിട്ടിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കാതെ വരും. അങ്ങനെ ചിലവർക്ക് വരാൻ പറ്റാത്തവർ അവിടെ തന്നെ ഇരുന്ന് ആ ഭഗവാനെ ചിന്തിച്ച് അവരുടെ ആ ഭഗവാനുമായി ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഈ ഗോപിമാർ ഭഗവാനിലേക്കുള്ള എത്താനുള്ള വ്യഗ്രത അവരുടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ എത്തി. പക്ഷെ എത്തിയപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങളൊക്കെ എന്താ വന്നത്, നല്ല രാത്രിയാണല്ലോ, നിങ്ങളിതെല്ലാം കണ്ടില്ലേ, ഇനി നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, രാത്രിയല്ലേ, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ എന്നാണ് പറയുന്നത്. അത് എന്തിനാണ് അങ്ങനെ? അത് അവരുടെ എത്രത്തോളം അവർക്ക് ഇതിൽ ആകാംക്ഷയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഭഗവാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഭഗവാനെ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കാത്തിരിക്കുമല്ലോ, കുട്ടികൾ കാത്തിരിക്കുമല്ലോ, പശുക്കുട്ടികളൊക്കെ കാത്തിരിക്കുമല്ലോ, നിങ്ങൾ തിരിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഗോപികമാർ പറയുകയാണ്, ഭഗവാനെ അങ്ങല്ലേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ ലൗകികമായതാണ്, ഇതൊന്നും ശാശ്വതമല്ല. ഞങ്ങൾക്ക് പതി എന്ന് പറയുന്നത് ഞങ്ങളെ സംരക്ഷിക്കുന്നത് അങ്ങ് മാത്രമാണ്, ബാക്കിയെല്ലാം അത് ഭൗതികമായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ലൗകികമായിട്ടാണ് ആ പതി എന്നുള്ളത്. അവരെത്രത്തോളം അവർ തന്നെ അങ്ങയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല, ഞങ്ങളെ തിരിച്ചു പറഞ്ഞയക്കരുത് ഭഗവാൻ, ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അങ്ങനെ അപ്പോൾ ഭഗവാന് മനസ്സിലായി അവരുടെ ആഗ്രഹം എത്രയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവരെ കുറച്ച് സന്തോഷിപ്പിക്കാനായി അവരുടെ കൂടെ നൃത്തങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, എല്ലാം ചെയ്തു. അങ്ങനെ നൃത്തം ചെയ്ത് അവരുമായിട്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് സൗഭഗമതം വരുന്നത്. അവിടെ അവർ സുന്ദരിമാരാണ്, ഞാൻ സുന്ദരിയാണ്, അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ വിളിക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നില്ല. അവിടെ അവർക്ക് സൗഭഗമതം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? തൻ്റെ സൗഭാഗ്യത്തെ അവരുടെ എൻ്റെ സൗഭാഗ്യം എന്നാണ് ആലോചിച്ചത്. അല്ലാതെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്നെ വിളിച്ചു എന്ന് അവർ പറയുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് എൻ്റെ സൗഭാഗ്യം, അതുകൊണ്ട് ഭഗവാൻ എന്നെ വിളിച്ചു, എനിക്കുള്ള ഭാഗ്യം കൊണ്ടാണ് എന്ന്. അതായത് ഐ ആം പ്രിവിലേജ് ടു എന്നുള്ള, അതുകൊണ്ടാണ് ആ ഒരു ഭാവമാണ് വരുന്നത് അവിടെ. അങ്ങനെ ആ ഒരു ചിന്തയിൽ മനസ്സിലേക്ക് വരുമ്പോൾ, അതായത് അവിടെ എൻ്റെ സൗഭാഗ്യം എന്നുള്ള വരുന്നോ അവിടെ അഹങ്കാരം വരുന്നുണ്ട്. നമുക്കറിയാം ഏതൊരു സ്ഥലത്തും ആ ഭഗവാൻ അഹങ്കാരം എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അതിനെ താഴ്ത്താനുള്ള അതാണ് നോക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ അവരിൽ നിന്നും അവിടെ നിന്ന് മറഞ്ഞു. നമുക്ക് ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള ദുഃഖമേ ഉള്ളൂ. കിട്ടിയിട്ട് അത് പോയാൽ അതിൻ്റെ ദുഃഖം ഇരട്ടിയാകും. അതുപോലെയാണ് ഇവിടെ. അവർക്ക് ആ ഭഗവാൻ അവരുമായിട്ട് ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് വിട്ടുപോയപ്പോൾ അവർക്ക് വളരെയധികം ഇരട്ടി ദുഃഖമാണ്. ആ വിരഹ ദുഃഖം കൂടുതലാണ്. അത് നമുക്ക് ഒരു സാധാരണ തന്നെ നമുക്കറിയാം. നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരെണ്ണം കിട്ടിയിട്ട് പിന്നെ അത് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദുഃഖം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ വിരഹ ദുഃഖം അവർക്ക് വളരെ അധികമായി. പിന്നെ അവർ ഭഗവാനെ തിരഞ്ഞ് നടക്കുകയാണ്. അവിടെ ഓരോ ചെടികൊടികളിലോടും ചോദിച്ച് നടക്കുന്നു, നിങ്ങൾ ഭഗവാനെ കണ്ടുവോ എന്ന്.
അപ്പം നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവർക്ക് ബുദ്ധിയില്ലേ, എന്തിനാ ഈ ഭഗവാൻ ഈ ചെടികളോട് ചോദിക്കുന്നത് എന്നുള്ളത്. അവിടെ രണ്ട് വിധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അവരെ അവിടെയും ചെടികൾക്കും ആത്മാവുണ്ട്, അതുകൊണ്ട് അവർ പറയും എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കരുതാം, അത്രയും അവർ ഭഗവാനെ അത്രയും ആഗ്രഹിച്ചു നടക്കുകയാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് അവിടെ പറയാമെന്നുണ്ടെങ്കിൽ, ഭഗവാൻ എല്ലാ സ്ഥലത്തുമുണ്ട്, പിന്നെ എന്തിനാ അവർ ഭഗവാനെ ചോദിച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു ആചാര്യന്മാർ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്തായാലും അവർ ഓരോ ചെടികൊടികളോടും തുളസിയോടും, കാരണം തുളസി എപ്പോഴും ഭഗവാന്റെ പാദത്തിലാണല്ലോ, അപ്പോൾ തുളസിയോട് ചോദിക്കുന്നുണ്ട്, നീ കണ്ടുവോ? അവിടെയുള്ള മാൻപേടയോട് ചോദിക്കുന്നുണ്ട്, നീ കണ്ടുവോ? ഭഗവാനെ കണ്ടുവോ? അപ്പോൾ ഉത്തരം കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, അവർക്ക് അവരുടെ ആ മനസ്സിലുള്ള വിഷമം, നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അത് ആരോടെങ്കിലും പറയുക, ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കുറയും എന്നുള്ളത് കൊണ്ടായിരിക്കണം അവരങ്ങനെ ചോദിച്ച് നടക്കുകയാണ്. അവിടെയെല്ലാം ചോദിച്ച് നടക്കുമ്പോഴാണ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അവിടെ ഒരു ഭഗവാന്റെ പാദം കാണുകയാണ്. ഭഗവാന്റെ പാദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എല്ലാ പത്മം എല്ലാം 16 ചിഹ്നങ്ങളുള്ള ആ പാദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഭഗവാന്റെ പാദം കണ്ടുപിടിച്ചു. അപ്പോൾ ഭഗവാൻ ഈ വഴിക്കാണ് എന്ന് പോയി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൂടെ ആകുമ്പോൾ അവിടെ ഒരു കാൽപ്പാട്, വേറൊരു പെൺകുട്ടിയുടെ കാൽപ്പാട് മനസ്സിലാകുന്നു. അവരവിടെ ഊഹിക്കുകയാണ് അതൊരു പെൺകുട്ടിയുടെ കാൽഭാഗമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ കാൽഭാഗം കണ്ടപ്പോൾ അത് അപ്പോൾ ഒരു ഗോപിക കൂടെ പോകുകയാണ് എന്നായിരുന്നു അവരുടെ ഇത്. അങ്ങനെ കുറച്ച് ദൂരം അപ്പോൾ അവർക്ക് ദുഃഖം കൂടുതലായി. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ആ ഗോപികയുടെ ഭാഗ്യത്തിനെയല്ല അവർ പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം കൂടുതലായി അവർക്ക്. അപ്പോൾ നമ്മളെ വിട്ടിട്ട് ഒരു ഗോപികയുടെ കൂടെ പോവുകയാണ്. അവിടെ നമ്മുടെ ഭാഗവതത്തിൽ രാധ എന്ന് പറയുന്നില്ല, ജയദേവ കവിയാണ് അവിടെ അത് രാധയായിട്ട് ചിത്രീകരിക്കുന്നത്. ഇവിടെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാധ എന്ന് ശുഗമഹർഷി പറയാത്തത് ആ പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ശുഗമഹർഷി നിർവൃതിയിലായി പോകുമെന്ന്. അങ്ങനെ അത്രയും ഭക്തയാണ്, അത്രയും ഭഗവാനിലൂടെ അടുപ്പുള്ള ആളാണ് രാധ. അതുകൊണ്ട് അത് നോർത്ത് ഇന്ത്യയിലാണ്, നോർത്ത് ഇന്ത്യൻ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ, കാരണം അവിടെ രാധാകൃഷ്ണ എന്നേ അവർ പറയുള്ളൂ, കൃഷ്ണ രാധ അല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ശുഗമഹർഷി അവിടെ രാധ എന്നുള്ള പേര് പറയാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷത്തിന് കഥ പറയാനുള്ള സമയമില്ല, അവിടെ ഭഗവാൻ ശുഗമഹർഷി നിർവൃതിയിലേക്ക് പോകും. അത്രയും ഭക്തി പ്രധാനമാണ് രാധയ്ക്ക് എന്നുള്ളത് അവിടെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ആചാര്യന്മാർ അവിടെ പറയാറുണ്ട്. എന്തായാലും രാധ എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഗോപശ്രീയെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്തായി, പെൺകുട്ടിയുടെ അതായത് ഗോപികയുടെ പാദം കാണുന്നില്ല, പക്ഷേ ആ ഭഗവാന്റെ പാദത്തിൻ്റെ ഉപ്പൂറ്റി കുറച്ച് താന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഊഹിച്ചു, ഭഗവാൻ അവൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളെ എടുത്തത് കൊണ്ടാണ്, അവളെ ഭാരം കൂടിയത് കൊണ്ടാണ് ആ കാല് താഴ്ന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വ്യൂവിൽ മാത്രമേ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുള്ളത്, നമ്മൾ അതിനെ ആ ഒരു വഴിയിലൂടെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇവരും ചെയ്യുന്നത്. അവരവിടെ ഊഹിച്ചെടുക്കുകയാണ് ഈ ഗോപിക. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവരുടെ ഊഹം ശരിയായിരുന്നു, അവിടെ ആ ഗോപികയെ കാണുന്നുണ്ട്. ആ ഗോപിക അതെന്താണെന്ന് വെച്ചാൽ എടുത്ത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും എനിക്കിനി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എൻ്റെ തോളിൽ ഏറിക്കോളൂ എന്ന് പറയാൻ വേണ്ടി പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ കാരണം അവൾക്ക് തോന്നി എന്നോട് ഇഷ്ടം കൊണ്ടാണല്ലോ, അതുകൊണ്ടായിരിക്കണം അവിടെ നിന്നും ഭഗവാൻ മറയുകയാണ് അവളുടെ. അപ്പോൾ അവൾ അവിടെ ദുഃഖത്തിലിരുന്ന് അവിടെ കരയുകയാണ്, ഭഗവാനെ കാണാതെ അവളും കരയുകയാണ്. അതിനുശേഷമാണ് അവരുടെ ആ ഭഗവാനെ കാണാതെ അവർ ഓരോ ഭഗവാന്റെ ഓരോ ലീലകൾ അവർ കണ്ടിട്ടുള്ള ആ ഗോകുലത്തിൽ കണ്ടിട്ടുള്ള ഓരോ ലീലകൾ, ആ പൂതന മോക്ഷം, ശകടാസുരവധം, തൃണാവർത്ത മോക്ഷം, ഓരോന്നും അവർ ആടുകയാണ്. നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് അവർ ആ ലീലകൾ അവിടെ ആടുന്നത്. അത് ആ ഭഗവാനുമായിട്ട് ആ തന്മയത്വം അവരിൽ വരികയാണ്. കാരണം അവർ ഭഗവാനായിട്ട് മാറുകയാണ്, തന്നെ ഭഗവാനായിട്ട് സ്വന്തം കരുതുകയാണ്.
അപ്പോൾ അതാണ് ഓരോ സാധകനും വേണ്ടത്. നമ്മൾ ആദ്യം ആ ഭഗവാനെ ചിന്തിച്ച് അവസാനം ആ ഭഗവാന്റെ ചിത്രവും മാറണം, നമ്മൾ കാണുന്ന ആളെയും മാറണം, കണ്ട ദൃശ്യവും എല്ലാം മാറിയിട്ട് എല്ലാം മൂന്നും കൂടി ഒന്നാകണം എന്ന് പറയുന്ന മാതിരി ഇവിടെ അവർക്ക് ആ തന്മയത്വം വരികയാണ്. അങ്ങനെ അവർ ആ ഭഗവാന്റെ ലീലകൾ ആടിക്കൊണ്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് അവിടെ വളരെയധികം ദുഃഖിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവരോരോന്നും ഓർക്കുന്നുണ്ട്, ഭഗവാന്റെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ആ ഗോപികാഗീതം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം, അവർ പറയുന്ന ഒരു വാചകം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ന ഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. അപ്പോൾ അവർക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട് ആ ഭഗവാൻ ഞങ്ങളുടെയൊക്കെ അകത്തുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് തവ കഥാമൃതം തപ്ത ജീവനം, അങ്ങയുടെ ആ കഥ തന്നെയാണ് ഞങ്ങളുടെ ജീവനം എന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ ഓരോ ഗോപസ്ത്രീകളും ഓരോ കാര്യങ്ങൾ അവിടെ മാറി മാറി പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷമാകുന്നത്. ഭഗവാൻ പ്രത്യക്ഷമായി അവർക്കെല്ലാം വളരെയധികം സന്തോഷമായി. അവരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. ആ ഭഗവാന്റെ സ്പർശനവും എല്ലാം കിട്ടി. അങ്ങനെ ഓരോരുത്തരും ആ ഭഗവാന്റെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹമാണ്. അവിടെ ചിലവർക്ക് ദേഷ്യം കാണിക്കുന്നുണ്ട്, ചിലവർ ഭഗവാനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, കൈ പിടിച്ചുമ്മ വയ്ക്കുന്നുണ്ട്, ചിലവർ ഭഗവാന്റെ ആ പാദം തൻ്റെ കാലിലെടുത്ത് എൻ്റെ ശരീരത്തിലേക്ക് വെക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ എവിടെയൊക്കെ ഭഗവാന്റെ ആ സ്പർശനം കിട്ടുമോ അതെല്ലാം അവരവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ചൊരു പറഞ്ഞിട്ടുണ്ട്, ഒരു ഗോപിക ഭഗവാനോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു നോട്ടം നോക്കിയത്രേ. അവൾ ആ ചുണ്ടും കടിച്ച് പിടിച്ച് ഞാനി മിണ്ടില്ല എന്നുള്ള ആ ഒരു ഭാവത്തിൽ. ഇത് കുറേ കവികൾ ഇതിൻ്റെ കുറേ ഇതിനെപ്പറ്റി കുറേ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് അവിടെ ആ ഭാവം എന്നുള്ളത് ഭഗവാനിലേക്ക്, അവിടെ ഭഗവാൻ എന്നുള്ളതിൽ കാരണം അവരൊന്നായി മാറുകയാണ് അവിടെ സമയത്ത്. എന്നിട്ട് ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അപ്പോൾ അവരവരുടെ ഉത്തരിയൊക്കെ അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവർ ഭഗവാനോടൊരു ചോദ്യം ചോദിക്കുന്നത്. ഭഗവാനെ അങ്ങനെ എങ്ങനെയാണ്, അതായത് ഭജിച്ചവർ, ഭഗവാനെ അല്ലെങ്കിൽ ഒരാളെ ഭജിച്ചവർ അവർ തിരിച്ചു ഭജിക്കുമോ, അല്ലെങ്കിൽ ഭജിച്ചവരെ അവരെ തിരിച്ച് ഭജിക്കാത്തവരുണ്ടോ, അല്ലെങ്കിൽ ഭജിച്ചവരെയും ഭജിക്കാത്തവരെയും തിരിച്ചു ഭജിക്കാത്തവരുണ്ടോ, അങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഭഗവാൻ തിരിച്ചു പറയുകയാണ്, ഭജിച്ചവരെ ഭജിക്കുന്നവർ, അതായത് നമ്മളെ ഭജിക്കുന്നവരെ തിരിച്ചു ഭജിക്കുന്നവർ അവരൊരു കാമത്തിനായിട്ടാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിനായിട്ടാണ് ചെയ്യുന്നത്. കാരണം അവരിൽ നമ്മളെ ചെയ്തതുകൊണ്ട് എനിക്കൊരാഗ്രഹം എന്നുള്ള ആ ഒരു കച്ചവട മനോഗതിയാണ് അവിടെ. നീ ചെയ്തു ഞാനും ചെയ്തു എന്നുള്ള ആ ഭാവത്തിൽ. പിന്നെ ഭജിച്ചിട്ടും അവരെ തിരിച്ചു ഭജിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃതജ്ഞരാണ്. അത് അവരെ ഒരു 4 കാറ്റഗറി ആയിട്ടാണ് അവിടെ ഭഗവാൻ പറയുന്നത്. ആത്മാരാമന്മാരാണ് അവർ, ആപ്തകാമന്മാരാണ്, കൃതജ്ഞ ഇല്ലാത്തവരാണ്, ഗുരുദ്രോഹികളാണ്. അതെന്താ? ആത്മാരാമന്മാരെന്താണ്? ഇത് ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിലും ഭജിക്കാത്തവർക്ക് കേട്ടോ, തെറ്റി പറഞ്ഞു ഞാൻ. ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിലും തിരിച്ചു ഭജിക്കില്ല അവർ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആത്മാരാമരായതുകൊണ്ടാണ്. തന്നെ ഭജിക്കുന്നോ ഭജിക്കുന്നില്ലയോ, തന്നെ നിന്ദിക്കുന്നോ സ്തുതിക്കുന്നോ എന്ന് അവർക്ക് ബാധകമില്ല. അങ്ങനെയുള്ള ആത്മാരാമന്മാർക്ക് ഇത് അവർ തിരിച്ചു ഭജിക്കില്ല. ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിലും തിരിച്ചു ഭജിക്കില്ല. പിന്നെ ആപ്തകാമന്മാരാണെങ്കിലോ, ആപ്തകാമന്മാർക്ക് എല്ലാ കാമവും നടന്നതാണ്. അവർക്ക് പിന്നെ അതിൽ കൂടുതൽ ബാക്കിയുള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ ആവശ്യമില്ല. നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ളത് അന്വേഷിക്കേണ്ട. അവർക്ക് എല്ലാം അവർ തൃപ്തരാണ്. അപ്പോൾ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്കൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ കൃതജ്ഞരെന്താണ്? ഇപ്പോൾ ഭജിച്ചിട്ട് ഭജിച്ചില്ല എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. അവർ നന്ദികേട് കാണിക്കുകയാണ്. എങ്ങനെയാണ്? ഒരു ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ തിരിച്ച് ആ ഗുരുവിനെ ഭജിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ഗുരുദ്രോഹികളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് തന്നെ ഭജിക്കാത്തവരെയും തിരിച്ചു ഭജിക്കുന്നവർ അവർ കൃപ ഉള്ളവരാണ്.
കാരണം അവർ ഒന്നും മോഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ സ്തുതിക്കുന്നില്ലയോ, ഞാൻ നിങ്ങളെ എപ്പോഴും ആദരിക്കും എന്നുള്ള അങ്ങനെയുള്ളവർ. അപ്പോൾ അവർ നല്ല ദയയുള്ളവരാണ്, കരുണയുള്ളവരാണ്, അവർ ബാക്കിയുള്ളവരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നവരാണ്. ഇങ്ങനെ ആണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇതിലൊന്നും പെടുന്നില്ല, ഞാൻ നിങ്ങളെ ഭജിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നിലുള്ള ആ ആഗ്രഹം കൂടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ മറഞ്ഞു നിന്ന് നിങ്ങളുടെ ആ ദുഃഖം ഞാൻ കണ്ടു. പക്ഷേ നിങ്ങൾക്ക് എന്നിലുള്ള ആഗ്രഹം കൂടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഞങ്ങളെ ഭജിച്ചത് കൊണ്ടോ ഭജിക്കാത്തത് കൊണ്ടോ അല്ല. ഞാൻ ഇതിലൊന്നും പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഭഗവാനെ ഭജിക്കുകയോ ഭജിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും ഭഗവാൻ നമ്മളിൽ കരുണ കാണിക്കും. പക്ഷേ നമ്മളതിൻ്റെ ആ ധർമ്മത്തിലൂടെ നടക്കണം എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം അവിടെ ആ ഓരോ ഗോപികമാരും നടുവിലും ഒരു കൃഷ്ണൻ എന്ന് അവരങ്ങനെ ആ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രാസക്രീഡ അവിടെ തുടങ്ങി. രാസക്രീഡ തുടങ്ങിയതോടെ അവിടെ ആകാശത്ത് എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ശിവൻ, മഹാദേവൻ, ബ്രഹ്മ എല്ലാവരും അവിടെ വന്നു. നന്ദി എല്ലാവരും അവിടെ വന്നു. ഇവരുടെ നൃത്തത്തിനുള്ള താളം എങ്ങനെയായിരുന്നു? അവരുടെ കൈകളിലെ ആ കൈകളിലെ വളകളും കാലിലെ ചിലങ്കകളും അതനുസരിച്ച് അവർ ആദ്യം പതുക്കെ നൃത്തച്ചുവട് വെച്ചു. അങ്ങനെ അതിനനുസരിച്ച് താളവും ലയവും എല്ലാം ഉണ്ടായി. പിന്നെ അതിൻ്റെ ദ്രുതഗതിയിലായി. അങ്ങനെ ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചു. ഇത് ഭഗവാൻ അവർക്ക് പണ്ട് കൊടുത്ത ആ ഒരു വാക്ക്, കാർത്യായനി വ്രതം കഴിഞ്ഞ് ഭഗവാൻ അവരോട് പറഞ്ഞിരുന്നു. ആ വാക്ക് ഭഗവാൻ സത്യമാക്കി. അപ്പോൾ ഭഗവാൻ വളരെ കാരുണ്യമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ പരീക്ഷിത് രാജാവ് ശുകമഹർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് ശരിയാണോ ഭഗവാൻ ചെയ്തത്? കാരണം ഇവരൊക്കെ ഗൃഹസ്ഥരല്ലേ, അവരുടെ പതിയെ വിട്ടു വന്ന് ഇങ്ങനെ ഭഗവാൻ ചെയ്തത് ശരിയാണോ എന്ന്. അപ്പം അതിന് ശുകമഹർഷി പറയുന്നത് ഇതാണ്: തന്നെ ശിക്ഷിച്ച ആ ശിശുപാലനെ അല്ലെങ്കിൽ നിന്ദിച്ച ആ ശിശുപാലന് പോലും മോക്ഷം കൊടുത്തപ്പോൾ ഇവർ കൃഷ്ണനെ ഏതു നേരവും ഉറക്കത്തിലും ഊണിലും നമുക്കറിയാം. ഭഗവാന്റെ ഉദ്ധവരവിടെ വരുമ്പോൾ എങ്ങനെയാണ് ആ ഗോപികമാരവിടെ ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെയുള്ള ഏതു നേരവും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ സായുജ്യം നൽകില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ രാസപഞ്ചാധ്യായ അവസാനിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, കഥകളിലേക്ക് ഞാൻ പോയില്ല. ജസ്റ്റ് കാരണം നമ്മൾ സംഗ്രഹമാണല്ലോ പറയുന്നത്, അതുകൊണ്ട് വളരെ വിസ്തരിക്കാൻ പോയില്ല. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.